തെറ്റിച്ചു. തൗഹീദ് മനസ്സിലായിട്ടില്ല. ആർക്ക്? അതാ സമസ്തക്കാർ ചോദിക്കുന്നുണ്ട്. സാധാരണ മുജാഹിദ് പ്രവർത്തകർക്ക് തൗഹീദ് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഒരു നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ അതിനുവേണ്ടി ഇത്ര കാലം വാദപ്രതിവാദം നടത്തിയും ഖണ്ഡന മണ്ഡനം നടത്തിയും തൗഹീദിനു വേണ്ടി ഒരുപാട് പ്രസംഗിക്കുകയും ചെയ്ത ആളുകൾക്ക് തൗഹീദ് തെറ്റി, അവർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ആളെ കിട്ടുന്നതിന് ആരെങ്കിലും ഇതിന്റെ ഒപ്പം നിൽക്കുഞ്ഞി വിശ്വസിക്കോ? നമ്മളെ ഇത്ര കാലം പറഞ്ഞൊക്കെ തെറ്റായിരുന്നു, 2012 വരെ പറഞ്ഞൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുംഭശ ചൊട്ടം പോയി കരഞ്ഞോലോ. ജാമ്യ പോയിട്ട് കരഞ്ഞിട്ട് സീഡി ഇറക്കി. ഒരുത്തൻ കന്നല മിഞ്ഞാന്ന് കയറുന്ന ഒരുത്തൻ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? AP കരയട്ടെ, TP കരയട്ടെ, മദനി കരയട്ടെ, സമ്മേളനം വിളിച്ചിട്ട് ഒന്നായിട്ട് കൂട്ടക്കരച്ചിൽ കരയട്ടെ, തിരുത്തിയിട്ട് എല്ലാ ബുക്കും പിൻവലിക്കട്ടെ, എല്ലാ സീഡിയും പിൻവലിക്കട്ടെ. അതല്ലേ വേണ്ടത്? പറയാൻ കൊള്ളൂ. ഇത് 2012 വരെ പറഞ്ഞ തൗഹീദൊക്കെ തെറ്റായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സലഫിയത്തിലേക്ക് നമ്മളെല്ലാം പോക്കാണ്. ഇവിടെ സംഭവിച്ച എന്താന്ന് നിങ്ങളെ, ഇവിടെ കുറെ പേരിന് മാത്രമുള്ള മുജാഹിദീങ്ങളുണ്ട്. ഞാനും മുജാഹിദ് ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഓനായിരിക്കും അവിടുത്തെ മുജാഹിദിന്റെ എല്ലാം. അത്തരം ആളുകൾക്ക് കഴിഞ്ഞ 10 കൊല്ലായിട്ട് റോളില്ല. ഇപ്പൊ വീണ്ടും റോള് വന്നു. നമ്മളൊക്കെ അടിച്ചു പുറത്താക്കിയിട്ട് സർവ്വത് അമ്പാടിയും താത്തോന്നിയും തട്ടിപ്പേനും ഒക്കെ കയറി കൂടിയല്ലോ. തൗഹീദ് 2012 മാറ്റി പറഞ്ഞല്ലോ. അതുവരെ ഒരു വാദം, അതിനുശേഷം വേറെ വാദം. മാത്രമല്ല, അങ്ങനെ ആദർശ വിശദീകരണവുമായി ഇറങ്ങിയപ്പോ പ്രവർത്തകർക്കുള്ള ക്ലാസ്സിൽ ഒന്ന്, അതേപോലെ തന്നെ പുറത്തിറങ്ങിയപ്പോ വേറൊന്ന്, ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നതല്ല മറ്റൊന്ന്, അല്ലേ? ഇങ്ങനെ ഇന്ന് 20 എന്തു പറയുമെന്ന് അറിയില്ല, പിന്നത്തെ പരിപാടിയിൽ എന്തു പറയണമെന്ന് അറിയില്ല. ഇങ്ങനെ മാറി പോകുന്നു.